എല്ലാവർക്കും സ്നേഹവന്ദനം. ലാസ്റ്റ് ക്ലാസ് എന്ന നിലയിൽ ഞാൻ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ക്ലാസ് നിർത്താമെന്ന് വിചാരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഐ വാണ്ട് ടു ബി സക്സസ്ഫുൾ. ഏത് കാര്യത്തിൽ ഒരു വിശ്വാസി കൈവച്ചാലും അത് വിജയിക്കണമെന്നുള്ളത് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കാരണം അവൻ കൈവയ്ക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ആകാവൂ. അല്ലാത്ത കാര്യങ്ങൾ കൈവച്ചിട്ട് ജയിക്കണമെന്ന് വെച്ചാൽ സ്വന്തം ശക്തി കൊണ്ടൊക്കെ ജയിക്കണം, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ജയിക്കുകയില്ല. അങ്ങനെ അനേക ആളുകളും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ കയറി ചാടി വളരെ ബന്ധപ്പെട്ട് ജയിക്കുന്നവരും തോൽക്കുന്നവരും ഒക്കെ ഉണ്ട്. ദൈവത്തിന് മഹത്വമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ എൻ്റെ മിടുക്കൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നാം പ്രവേശിക്കുമ്പോൾ ദൈവം വിജയത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാന ഭാഗം ദൈവം ഏറ്റെടുക്കും, മുഴുവനും ഏറ്റെടുക്കുകയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറുണ്ട്, ഞാൻ പാതി ദൈവം പാതി, അങ്ങനെ പറയാറുണ്ട്. അത് തെറ്റായ ഒരു ഉപദേശ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ചില സമയങ്ങളിൽ അത് കുറച്ച് സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ 100-ഉം ദൈവം 100-ഉമാണ്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യണം, ദൈവം ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്യും. അല്ല ദൈവം ചെയ്യേണ്ടതിന് പാതി ഞാൻ ചെയ്യുകയും ഞാൻ ചെയ്യേണ്ടതിന് പാതി ദൈവം ചെയ്യുകയും ചെയ്യുക, അങ്ങനെ ഒരു ഒരുപാടില്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് അബദ്ധത്തിൽ പറ്റിയവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 50 മാർക്ക് വേണം, 40 മാർക്ക് മതി പാസ്സാകാൻ. 100 മാർക്കിന്റെ ചോദ്യമാണ്. ഞാൻ പാതി ദൈവം പാതി. ഏതായാലും ദൈവത്തിന്റെ പാതി ദൈവത്തിന് 50 മാർക്കും കിട്ടും. അപ്പൊ ഞാൻ ഈ പേരെഴുതി കൊടുത്താലും ജയിക്കും. കാരണം ദൈവത്തിന്റെ പാതി ദൈവം നന്നായി ചെയ്യുമല്ലോ. അത് 40 മാർക്ക് ജയിക്കാൻ മതി. അപ്പൊ ദൈവത്തിന്റെ പാതി 50 മാർക്ക് ദൈവത്തിന് കിട്ടും. അങ്ങനെയൊക്കെ വിചാരിച്ച് പരീക്ഷ എഴുതിയാലൊന്നും ജയിക്കില്ല. ഞാൻ മുഴുവൻ ദൈവം മുഴുവൻ. ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം. ഒരു കാര്യവും ദൈവം എനിക്ക് വേണ്ടി ചെയ്യില്ല. ചെയ്യാനുള്ള ശക്തി തരും, ചെയ്യാനുള്ള കൃപ തരും, ചെയ്യാനുള്ള ബുദ്ധി തരും. പക്ഷെ ദൈവം ചെയ്യില്ല. അത് നമ്മൾ തന്നെ ചെയ്തെങ്കിലോ. ഈ വിലയേറിയ സത്യം നാം മനസ്സിലാക്കണം. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാം ചെയ്യണം. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യും. ഒരു കാര്യം പോലും ദൈവം വിട്ടുകളെ. അങ്ങനെ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് വിജയം വരുന്നത്. അപ്പൊ എന്താ ഈ വിജയം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിജയിയാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? സഹോദരൻ റിയൽ സക്സസ്ഫുൾ ആണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ അതേക്കുറിച്ച് ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം പറയാം, പിന്നെ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. Real success is the optimum realization in life of one's talents, abilities, potentials, possibilities, and opportunities in material, physical, natural, and spiritual realms, for the glory of God and for the blessing of the mankind, through personal discipline of one's time, talent, resources, without interfering in others' rights and opportunities to realize or enjoy their rights, privileges and duties. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളതായിരിക്കുന്ന കഴിവുകളുടെയും കൃപാവരങ്ങളുടെയും സാധ്യതകളുടെയും പോസിബിലിറ്റീസ്, പൊട്ടൻഷ്യൽസ് ആണ് സാധ്യതകൾ, പോസിബിലിറ്റീസ് യാഥാർത്ഥ്യങ്ങളുടെയും അവസരങ്ങളുടെയും. അതേതൊക്കെ നിലയിലാ? സാമ്പത്തികം, ശാരീരികം, പ്രകൃതിപരം, അതുപോലെ ആത്മീയം. ഈ എല്ലാ വിഷയങ്ങളിലും ഉള്ള പരമാവധി വിജയം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അത് നേടുമ്പോൾ മറ്റാരുടെയും സാധ്യതകളിലോ ഉത്തരവാദിത്വങ്ങളിലോ കൈകടത്താൻ പാടില്ല. അവർക്ക് യാതൊരു വിധമായ ഉപദ്രവങ്ങളും വരാതെ ചെയ്യും. അപ്പൊ ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ, എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് വിചാരിച്ച് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത്, പ്രബോധിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത്, എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അത്, പിന്നെ വേറെ എന്തൊക്കെ കഴിവുകളുണ്ടോ അത്, വരയ്ക്കാനുള്ള കഴിവുണ്ട് അത്, ഓടാനും ചാടാനുള്ള കഴിവുണ്ട് അത്, ഇങ്ങനെ എന്തെല്ലാം കഴിവുകൾ ഒരു മനുഷ്യൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കഴിവുകളും. അത് സാമ്പത്തിക കാര്യങ്ങൾ കഴിവുണ്ട്, സമ്പത്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്, കലാപരമായ കഴിവുണ്ട്, ആത്മീയ കാര്യങ്ങളിലുള്ള കഴിവുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും അത് ദൈവമഹത്വത്തിന് വേണ്ടിയും മനുഷ്യവർഗത്തിന് നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിച്ച് വിജയിക്കുക. പക്ഷെ അതേസമയം തന്നെ വേറൊരാളുടെ കഴിവിലോ അവസരത്തിലോ സാധ്യതയിലോ ഒന്നും കൈകടത്താൻ പാടില്ല. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തിനാണ് നമ്മൾ ഈ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പണം ഉണ്ടാക്കി ഒരു സക്സസ് ഒന്നും ആകണമെന്നില്ല. കാരണം ഒരു വിഷയത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അതും ദൈവം അവനെ കണ്ട് ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണമെന്നില്ല. ഒരു ഉപദേശി നന്നായി പ്രസംഗിച്ചത് കൊണ്ട് വിജയിക്കണമെന്നുമില്ല. കാരണം ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു, സാമ്പത്തിക കാര്യങ്ങളിൽ പരാജയപ്പെട്ടു, മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു, മാതാപിതാക്കളെ നോക്കുന്നതിൽ പരാജയപ്പെട്ടു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ടു. അവന്റെ ജീവിതം ഒരു പരാജയമാണെന്നേ പറയൂ. ഒരു കാര്യത്തിൽ മാത്രം നന്നായി പ്രസംഗിക്കും സ്റ്റേജ് കിട്ടിയാൽ. അതുകൊണ്ടെന്താ അങ്ങനെ എല്ലാ വിഷയങ്ങളും വിജയിക്കും.
അപ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളിലും, ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ സാധ്യതകളിലും, ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ അവസരങ്ങളിലും, ദൈവം എനിക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന എല്ലാവിധ സാധ്യതകളെയും ഞാൻ ദൈവമഹത്വത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും മറ്റാരുടെയും അവകാശങ്ങളിന്മേൽ കൈവയ്ക്കുകയോ അവരുടെ അവസരങ്ങളിന്മേൽ കൈവയ്ക്കുകയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന, അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് ഞാൻ വിജയി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ വിജയിയാണോ? ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളും, പല കഴിവുകൾ തന്നിട്ടുണ്ട്, ആ കഴിവുകളെല്ലാം ഞാൻ വിജയിക്കണം, എല്ലാവർക്കും ഇല്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ആ കഴിവൊന്നുമില്ല, എനിക്ക് അതിനുള്ള കഴിവില്ലെന്ന് പറയും. ആ എനിക്കങ്ങനെയുള്ള കഴിവില്ല എന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് തോന്നും വാസ്തവമാണ്, പക്ഷെ പലപ്പോഴും വാസ്തവമല്ല. നമ്മളങ്ങനെ പറയുന്നതിന്റെ കാരണം മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുമ്പോഴാണ്. വലിയ വലിയ എഴുത്തുകാരായിരിക്കുന്ന ആളുകളുമായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്താൽ ഞാൻ പരാജയം, അമ്പേ പരാജയമാണ്. ഞാൻ അങ്ങനെയുള്ള ആളുകൾ കമ്പയർ ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. കാരണം അവർക്ക് ദൈവം കൊടുത്ത കഴിവ് അവർ ഉപയോഗിക്കുന്നത്, എനിക്കെന്ന കഴിവാണ് ഞാൻ ഉപയോഗിക്കും. ഞങ്ങൾക്കിപ്പോൾ യാതൊരു കമ്പാരിസന്റെ ആവശ്യമില്ല. ഞാൻ കുത്തിക്കുറിച്ച് ചില പാട്ടുകളൊക്കെ ഉണ്ട്, സൈമൺ സാറിന്റെ പാട്ടുകളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പോയാൽ തെറ്റാണ്. കാരണം സൈമൺ സാറിന് കൊടുത്ത കഴിവല്ല ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. ദൈവം എനിക്ക് എന്ന കഴിവല്ല സൈമൺ സാറിന് കൊടുത്തിട്ടുള്ളത്. എന്നെ പോലെ സൈമൺ സാർ പാട്ട് എഴുതിയ പരാജയത്തിന്റെ പരാജയം അമ്പേ പരാജയമായിരിക്കും. ഞാൻ സൈമൺ സാറിനെ പോലെ പാട്ട് എഴുതാൻ ശ്രമിച്ചാലും പരാജയമായിരിക്കും. ദൈവം അതൊന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ വിജയത്തെക്കുറിച്ച് നമുക്ക് തെറ്റായിരിക്കുന്ന ഒരു നിർവചനം നമ്മുടെ മനസ്സിൽ കിടക്കും. ഒത്തിരി കാശുണ്ടാക്കുക, ഒത്തിരി പേരുണ്ടാക്കുക, ഒത്തിരി പ്രശസ്തി ഉണ്ടാക്കുക, അതൊന്നും വിജയമല്ല. വിജയമാകാൻ കാശുണ്ടാക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിജയമാണ്. പക്ഷെ കാശുണ്ടാക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ കാശ് കൊടുക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം അല്ലാതെ ആരെയും വിളിക്കുകയില്ല. കാശുണ്ടാക്കാൻ നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുക്കാനാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അത്യാവശ്യത്തിനെടുത്തിട്ട് ബാക്കി മുഴുവൻ കൊടുക്കണം. ഈ 10% എന്ന് പറയുന്നത് തട്ടിപ്പൊന്നും ദൈവജനത്തിലില്ല. 33% കുറച്ച് കൊടുക്കുന്നവരാരും ദൈവമക്കളല്ല. രക്ഷിക്കപ്പെട്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരും ദൈവമക്കളായി ജീവിക്കുന്നവരല്ല. പഴയ നിയമത്തിൽ 33% ഇസ്രായേൽ മക്കൾ കൊടുത്ത് ന്യായപ്രമാണത്തിന്റെ കീഴെ, എന്നിട്ട് കൃപയുടെ കുഴി നിന്നിട്ട് 10% കൊടുത്തേച്ച് ശല്യ കൊടുപ്പുകാരനെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ, തട്ടിപ്പല്ല, ഒന്നും ശരിയല്ല. അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അവസരങ്ങൾ അതുപോലെ തന്നെ. കുറെ ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും തുല്യ 10 പണം വീതം കൊടുത്തു യജമാനൻ. ഞാൻ പോയി വരുമ്പോഴും വ്യാപാരം ചെയ്യാൻ പറഞ്ഞു. കണ്ടില്ലേ, തുല്യ അവസരമാണ്, ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും 10 കൊടുത്തു. ഒരുത്തൻ 10 കൊണ്ട് 10 സമ്പാദിച്ചു, ഒരുത്തൻ 10 കൊണ്ട് 5 സമ്പാദിച്ചു, ഒരുത്തൻ 10 കൊണ്ട് 1 സമ്പാദിച്ചു, ഒരുത്തൻ കൊണ്ട് മൂടി വെച്ചു. വേറെ ഒരു സന്ദർഭങ്ങളിൽ കർത്താവ് താലന്തുകൾ അവനവന്റെ കഴിവനുസരിച്ച് കൊടുത്തെന്നാണ്. ഒരുത്തിന് 5 കൊടുത്തു, ഒരുത്തിന് 2 കൊടുത്തു, ഒരുത്തിന് 1 കൊടുത്തു. അത് കഴിവനുസരിച്ചാണ്. അപ്പോൾ കഴിവനുസരിച്ച് ബിസിനസ് ചെയ്യണം, അവസരം അനുസരിച്ച് ബിസിനസ് ചെയ്യണം. രണ്ടും വേണം. സഭയിലുള്ള വിശ്വാസികൾക്ക് കിട്ടിയിട്ടുള്ളതിന്റെ അവസരങ്ങൾ വേറെ ആർക്കും കിട്ടുന്നില്ല. ദൈവവചനം പഠിക്കാനുള്ള അവസരങ്ങൾ, പ്രബോധിപ്പിക്കാനുള്ള അവസരങ്ങൾ, യുവ സഹോദരന്മാർക്കാണെങ്കിലും ഇരുപത്താഴം ഉൾപ്പെടെയുള്ള എല്ലാ യോഗങ്ങളിലും പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ, എല്ലാ അവസരങ്ങളുണ്ട്. പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ, എല്ലാത്തിനും അവസരമുണ്ട്. എന്നിട്ട് ഇവരാരും വിജയിക്കുന്നില്ലെങ്കിൽ ദൈവം പറയുന്നതിനെ കൊള്ളില്ലെന്ന് പറയും. ആബ്സല്യൂട്ട്ലി യൂസ്ലെസ്. ഇത്രയും അവസരം കിട്ടിയിട്ട് വിജയിക്കാത്തൊരു മനുഷ്യനാണ് നിന്നെ എന്തിനാ? എന്തോ ഒരു വചനം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, സുവിശേഷം പറയാൻ എന്തോ ഒരു അവസരമുണ്ട്. എന്നിട്ട് വിജയം പറയില്ല, വിജയവരിക്ക് പോവുകയില്ല. പിന്നെന്താ ചെയ്യുന്നത്? മീൻ പിടിക്കാൻ ചിലർ പോകും, 5-6 ആടിനെയുള്ള തീറ്റാൻ വേറെ ചിലർ പോകും, വേറെ പശുവിനെ തീറ്റാൻ പോകും, പശുവിനെ ഇറക്കാൻ പോകും, അല്ലെ കൂലിപ്പണിക്ക് പോകും. അതൊക്കെ വേണ്ടതല്ലേ, അതൊക്കെ വേണ്ടതാണ്. പക്ഷെ ഇത് കളഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നത്, അത് അവഗണിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, വൈരുദ്ധ്യമില്ലാതെ രണ്ടും ചെയ്യും. മുൻഗണനകളൊക്കെ ശരിയാകും. ഇപ്പൊ ക്രിസ്ത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാണ്, ഒരുമിച്ച് കൂടിയുണ്ട്, പാട്ടുമൊക്കെ പാടി കയ്യുമൊക്കെ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞു, ഓ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്നുമല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ചെറിയ ഭാഗം എന്നുള്ളത്. അപ്പോ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ നിർവചനങ്ങൾ ശരിയായിരിക്കണം. നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം. നമ്മുടെ കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യത വേണം. നമ്മുടെ അവസരങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യത വേണം. നമ്മുടെ കടമകൾ എന്താണ്, നമ്മുടെ അവകാശങ്ങൾ എന്താണ്, എല്ലാത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ബോധ്യത വേണം. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്നതിനാ യേശു ക്രിസ്തുവിനെ പോലെ ആകുക എന്നൊക്കെ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6:40 എന്താ നമ്മൾ പറയുന്ന, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. അതിങ്ങനെ ജീവിക്കുന്നതിനാ അത് പറയുന്നത്. അല്ലാത്തവർക്കൊന്നും ആകാൻ ഒക്കില്ല. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകുമെന്ന് മത്തായി 10 പറഞ്ഞിട്ടുണ്ട്. അതും ഇങ്ങനെയാ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കർത്താവ് അങ്ങനെയാ ജീവിച്ചത്. കർത്താവിന്റെ ഒരു ഉത്തരവാദിത്വം പോലും പരാജയപ്പെട്ടില്ല. ഒരവകാശം പോലും അനുഭവിക്കാതെ വിട്ടില്ല. ഒരവസരം പോലും പാഴാക്കി. കർത്താവിന് കിട്ടിയ ഒരു കഴിവ് പോലും കർത്താവ് വേസ്റ്റ് ചെയ്ത് എല്ലാം താൻ നിർവഹിച്ചു. അതുകൊണ്ടാണ് അവസാനം പറഞ്ഞത്, നീ എനിക്ക് തന്നതൊക്കെ ഞാൻ തികച്ചു, നീ എനിക്ക് തന്നവരെ ഞാൻ സൂക്ഷിച്ചു, നീ എനിക്ക് തരം ചെയ്ത ജോലി ഞാൻ തികച്ചു എന്ന് കർത്താവിന് പറയാം. പൗലോസിനും അതാ പറഞ്ഞത് അവസാനമായിട്ട്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതേക്കുറിച്ചൊന്നും സംശയം ഉണ്ടായിരുന്നില്ല.
അയ്യോ കർത്താവേ, അതൊന്നും ചെയ്യാനൊത്തില്ല, ഞാൻ വളരെ കാര്യങ്ങൾ ബിസിയായി പോയി, നിനക്കറിയാമല്ലോ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞാൽ കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നാം ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ദശമം ബോണം എന്ന് പറയുന്നത്, ദി അൾട്ടിമേറ്റ് ഗോൾ, ദി അൾട്ടിമേറ്റ് റിസൾട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവജനത്തിന്റെ അനുഗ്രഹവും. ശിഷ്യത്വത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഇത് നേടാനുള്ള മാർഗമാണ്. ശിഷ്യരാക്കാൻ പറഞ്ഞ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ അവസരങ്ങളെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ താലന്തുകളെക്കുറിച്ചും ഒക്കെയാണ് കർത്താവ് പറഞ്ഞു. അതെല്ലാം അനുസരിക്കണം. ഇങ്ങനെ തമാശം പറഞ്ഞ കൂട്ടുകാരും കൂടി ഇങ്ങനെ ജീവിതം നടക്കുക, ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുകയില്ല, സമയം ഉണ്ടെങ്കിലും ചെയ്യുകയില്ല. ഒത്തിരി സ്ത്രീകളുണ്ട് വെറുതെ ഇരിക്കും, എന്തെങ്കിലും ആക്കി പിള്ളേർക്ക് കൊടുത്തുന്നിരിക്കും. എന്നാൽ എനിക്ക് പാചകം ചെയ്യാൻ, ഞാൻ എൻ്റെ അമ്മയാണ്, ഞാൻ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ കുടുംബത്തിന് ആഹാരം പാചകം ചെയ്യുന്നത്. ആ പാചകം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് പാചകം ചെയ്യാൻ കടപ്പെട്ടയാണ്. സദസ്യവാക്കൾ 31-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവിടെ വീട്ടിലുള്ളവർക്കെല്ലാം പരവതാനിയുണ്ട്, ചുവപ്പ് പരവതാനിയുണ്ട്. അതുപോലെ അവൻ കപ്പൽ പോലെയാകുന്നു, വിദേശത്ത് നിന്നുള്ള ആഹാരം കൊണ്ടിരുന്നെന്നാണ് പറഞ്ഞു. അത് രാവിലെ എഴുന്നേൽക്കുന്നു, ദാസിമാർക്ക് ഓഹരി കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ത്രീക്ക് മാത്രമേ സാമർത്ഥ്യമുള്ള സ്ത്രീയായിരുന്നു. അല്ലാതെ പകൽ മുഴുവൻ ടി വിയും കണ്ടുകൊണ്ടിരുന്നു, സീരിയലും കണ്ടുകൊണ്ടിരുന്നു, 4-5 മണിയാകും പിള്ളേരും ഭർത്താവും വരും എന്ന് അറിയുമ്പോൾ ചാടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേണേ തിന്നട വലിയ വേണ്ടത്തിൽ എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നതായിരിക്കും. സ്ത്രീകളൊന്നും കൊള്ളാവുന്ന പെണ്ണുങ്ങളൊന്നും അല്ല, അവർക്ക് മോശമായ സ്ത്രീകളാണ്. ഒരു സ്ത്രീയുടെ മനസ്സിൽ എപ്പോഴും എന്താണ്, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് എങ്ങനെ നന്നായി വളർത്തി വിജയിപ്പിക്കാം, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിരിക്കണം, എൻ്റെ സഭയിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിരിക്കണം, എൻ്റെ ക്ലാസ്സിലെ അവർ പഠിക്കുന്ന സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളായിരിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ അവരെ വളർത്തിയെടുക്കാമെന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ബെസ്റ്റ് ഫുഡാണ് കഴിക്കേണ്ടത്, ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ബെസ്റ്റ് സ്നാക്കും ബെസ്റ്റ് ലഞ്ചും ബെസ്റ്റ് സപ്പറും എൻ്റെ കുഞ്ഞുങ്ങൾ ബെസ്റ്റാണ് കഴിക്കേണ്ടത്. ബെസ്റ്റ് കുറഞ്ഞ ഒന്നും കഴിക്കാൻ അവർക്ക് ആഗ്രഹമേ കാണരുത്. ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ ഒരു ആഗ്രഹം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത്. കാരണം ഏത് ഹോട്ടലുകാരും വിചാരിച്ചാലും ഞാൻ കൊടുക്കുന്ന അത്രയും ടേസ്റ്റിയായ ഗുണമുള്ള ഫുഡ് കൊടുക്കാൻ അവർക്ക് കഴിയില്ല. പിന്നെ എന്തിനാ അവർ അങ്ങോട്ട് പോകുന്നു? അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഡെഡിക്കേറ്റഡ്. ഇത് അതുവല്ലോ ഉണ്ടോ, വെറുതെ സമയം കളയും. പിന്നെ കുറച്ച് പുരുഷന്മാരുണ്ട്, എന്തോ കലക്കി കൊടുത്താലും കുടിച്ചു പോകും. 4-5 മണിയാ, 5 മണിയാ, 6 മണിയാ ഭർത്താവ് വരും, സപ്പർ വേണം, 7 മണിയാകുമ്പോൾ എല്ലാവർക്കും അത്താഴം കൊടുക്കണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇനി ചെയ്യുന്നത്? അരി എടുത്ത്, അത് പിന്നെ ഇപ്പം പതിവാണല്ലോ, 1 കിലോ അരി കഴിയുള്ളൂ, അടുപ്പ ഇട്ടു, അതൊക്കെ വേകുമ്പോഴത്തേക്ക് കറി എന്താകും, നമുക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ല. ഏതായാലും ഒരു പാത്രം എടുത്തിട്ട് വെള്ളം ഒഴിച്ചു വെച്ചാൽ മുളക് പൊടി ഇട്ടു, ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടു, ഉണ്ടായിരുന്ന ഇച്ചിരി പുളിയും കലക്കി ഒഴിച്ചു, അതിനകത്ത് ഇട്ടു, കടുകും വറുത്തു, കൊണ്ടുവച്ചു. ഏതായാലും ഭർത്താവ് തൊഴിച്ച് എന്ത് കഴിക്കുന്ന ആളാണ്, ഇത് എന്താ കറിയാ എന്ന് ചോദിച്ചു. നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെയാന്ന് പറഞ്ഞു. ഏതാ രസം തന്നെ. അങ്ങനെ അങ്ങനെ രസമായി. ഇങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും പോകുന്നത് സഹോദരിമാരെ? അങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണേ കഷ്ടമാണ്. അങ്ങനെയൊന്നും പോകാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്നാ എൻ്റെ വിശ്വാസം. പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഗ്രേസ് അല്ല പാചകം ചെയ്യുന്നത്. ഗ്രേസ് പാചകം ചെയ്ത കാലത്ത് അങ്ങനെയൊന്നും ആവില്ല. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും അല്ല. കാരണം വേറെ ആരെ കൊണ്ടിലൊക്കെ പാചകം ചെയ്യിക്കും. അപ്പൊ പിന്നെ കൊണ്ടുവെക്കുന്നത് ഞങ്ങൾ കഴിച്ചിട്ടു. വലിയ കുഴപ്പമൊന്നുമില്ല. സാമാന്യം നല്ല പാചകക്കാരി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഗ്രേസ് അങ്ങനെ ട്രെയിൻ ചെയ്യിച്ചതുമാണ്. എന്നാലും ചില സമയത്തൊക്കെ ഈ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം എന്താണെന്നൊക്കെ ചിലപ്പം അങ്ങനൊക്കെ പ്രയാസം വരും. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ കടമകൾ, ഇതെല്ലാം നിവർത്തിക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാം. നമ്മുടെ കടമകളെ കുറിച്ച് പറയുമ്പോൾ 5 മേഖലകളിലാണ് നമ്മൾ കടമകൾ. ഈ 5 മേഖലകളിലെ കടമകൾ നമ്മൾ നിവർത്തിക്കണം. ഒന്നാമത് ദൈവത്തോട്, രണ്ടാമത് നമ്മോട് തന്നെ, മൂന്നാമത് നമ്മുടെ കുടുംബത്തോട്, നാലാമത് നമ്മുടെ സഭയോട്, അഞ്ചാമത് ലോകത്തോട്. ഈ 5 മേഖലകളിൽ നമുക്ക് കടമകളുണ്ട്. ദൈവത്തോടുള്ള കടമ എന്താണ്? ലവ് ഗോഡ്, ഒബേ ഗോഡ്, വർഷിപ്പ് ആൻഡ് സെർവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സേവിക്കുക. മത്തായി 6:33, ആവർത്തനം 6:4-5, ഇതൊക്കെ അതാണ്. സഭാപ്രസംഗി 12:13. അതാണ് ഈ 3 വിഷയങ്ങളാണ് നമ്മുടെ ദൈവത്തോടുള്ള കടമ. ഇതിൽ യാതൊരു പരാജയം വരാൻ പാടില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അത് കുറഞ്ഞ ദൈവം സ്വീകരിക്കും. പൂർണ്ണമല്ലാത്ത ഒന്നും ദൈവം സ്വീകരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കണം എന്ന് മാത്രമല്ല, കർത്താവ് കാണിച്ച മാതൃക പോലെ നമ്മൾ അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ ആരാധിക്കാവൂ, വേറെ ആർക്കും ആരാധിക്കരുത്. ആരാധന ദൈവത്തിൽ, അത് നമ്മൾ കടമയാണ്. അപ്പൊ ഏത് സന്ദർഭത്തിലും, ഏത് ദിവസവും വൈകിട്ട് കിടക്കാൻ നേരം ഇത് ഉറപ്പുവരുത്തിയിട്ട് വേണം, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചു, സത്യസന്ധമായി പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു.
ഇന്ന് എൻ്റെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയ എല്ലാ കൽപ്പനകളും ഇനി ഞാൻ അനുസരിച്ച കിടക്കും. അതുപോലെ ഇന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചു. ഇന്ന് എൻ്റെ ദൈവത്തെ ചെയ്യേണ്ട സേവനങ്ങളൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് കർത്താവേ ഇത് അടിയിൽ കിടക്കുന്നു, എൻ്റെ ഉറക്കം തന്നാട്ട് എന്ന് പറയാൻ കഴിയും. നമ്മോട് തന്നെയുള്ള ഉത്തരവാദിത്വം എന്താ? വിശുദ്ധി, വളർച്ച. ഈ രണ്ട് വാക്കിൽ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുക നിങ്ങളും വിശുദ്ധരായി. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മോട് തന്നെയുള്ള ഉത്തരവാദിത്വം. ഞാൻ വിശുദ്ധനാണോ? ഇന്ന് പകൽ പാപം സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ മനസ്സിൽ കൂടെ വന്ന വൃത്തികെട്ട ചിന്തകളും പാപസംബന്ധമായ ചിന്തകളും ലോകമയവും ലോകത്തിലെ ചിന്തകളും ലൈംഗിക ചിന്തകളും സാമ്പത്തിക ചിന്തകളും ഇങ്ങനെ അതും ഇതും അസൂയും വകയും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോയോ? അതുപോലെ ഞാൻ ഇന്നലേക്കാൾ ഇന്ന് വളർന്നിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയൊക്കെ കൂടി ഞാൻ ഇന്ന് വളർന്നോ? ഈ ആഴ്ച വളർന്നോ? ക്രിസ്തു എന്ന തലയോളം വളരണം. വളരണമെങ്കിൽ ചുമ്മാ ഇരുന്നാൽ വളരുമോ? ഒരു കുഞ്ഞ് ജനിച്ചിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞ് വളരുന്നതല്ലേ. ഓരോ പ്രാവശ്യവും ആ കുഞ്ഞിനെ ഡോക്ടറെ കൊണ്ടുപോകും. ഡോക്ടർ പറയും നല്ല വളർച്ചയുണ്ട് കുഞ്ഞിന്, വളരെ ആരോഗ്യവും വെയിറ്റും ഒക്കെ നന്നായിട്ട്. ഓരോ പ്രാവശ്യവും ആദ്യം വെച്ച് പറയുന്നത് കഷ്ടമാണെന്നല്ല, ഈ കൊച്ചിന് വളർച്ചയിൽ എന്തോ അടിസ്ഥാന പ്രോബ്ലം ഉണ്ട്. ജനിച്ച വെയിറ്റ് തന്നെ ബർത്ത് വെയിറ്റേ ഉള്ളൂ. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും 1.5 മാസം കഴിഞ്ഞിട്ടും നമുക്ക് സന്തോഷമാണോ? ഇല്ല, നമുക്ക് സന്തോഷമല്ല. ദൈവത്തിന് സന്തോഷമല്ല നമ്മെ പറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബർത്ത് വെയിറ്റ് തന്നെ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ വളരുന്നില്ല, ഒരു കാര്യത്തിലും വളരുന്നില്ല. വിശുദ്ധിയിൽ വളരുന്നില്ല, കൃപാവരങ്ങളിൽ വളരുന്നില്ല, കൊടുക്കുന്നതിൽ വളരുന്നില്ല, പ്രാർത്ഥന ജീവിതത്തിൽ വളരുന്നില്ല, സഭാ ജീവിതത്തിൽ വളരുന്നില്ല, ഒരു വിധത്തിലും വളരുന്നില്ല. ഇപ്പം 100 പേര് വന്നില്ല, അവരെവിടെയാണ്? വേറെ എന്തോ വിഷയങ്ങളൊക്കെ വളരുകയായിരിക്കും. അവരുടെ ഉത്തരവാദിത്തങ്ങളിലും ഒന്നും വളരുന്ന വളർച്ചയല്ല. അതിനൊക്കെ അവർക്ക് എക്സ്ക്യൂസ് പറയാൻ കാരണം ഈ ഒഴിവ് കഴിവെന്ന് പറയുന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം. സാത്താൻ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാൽ എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ക്ഷീണമായിരുന്നു, ഒരു ഫോൺ കോൾ വന്നു, അയ്യോ അയൽവക്കത്തെ കൊച്ചു സുഖമില്ലായിരുന്നു, ഇങ്ങനെ 100,000 കാര്യം. അതൊക്കെ കേട്ടാൽ നല്ലതാണെന്ന് ശരിയാണെന്ന് തോന്നുന്നു. അതൊന്നുമല്ല, ശരിയൊന്നുമല്ല. അയൽവക്കത്തെ കൊച്ചിനും അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. നിങ്ങളെ കൊച്ചിൻ്റെ അപ്പം കളിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വാഹനമില്ല, ആശുപത്രി വരുന്ന കൊണ്ടുപോകാൻ ചോദിച്ചാൽ കൊണ്ടുപോകും. അത് വേണം. പക്ഷെ വെറുതെ നമ്മൾ പോവില്ലേ? പോകുന്ന വഴിക്ക് ഒരു ആൾക്കൂട്ടം കണ്ടു, വണ്ടി നിർത്തി, നമ്മൾ കയറി ഇന്നു അരമണിക്കൂർ. ഇവിടെ വന്നപ്പം അയ്യോ എന്തിനാ നിങ്ങൾ ഇവിടെ ആൾക്കൂട്ടത്തിൽ നോക്കി നിന്നത്? അവിടെ ഒരു അപകടം ഉണ്ടായി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ രോഗിക്ക് പ്രാണവായു കിട്ടാതിരിക്കാൻ നിങ്ങളോട് ചേർന്ന് തടഞ്ഞു. അതിന് ആംബുലൻസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അവിടെ 500 ആളുകൾ നിൽപ്പുണ്ട്. കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന ഒരാളെ ഉള്ളായിരുന്നു. ഞാനതിന് വെറുതെ നോക്കിയിരുന്നു. അത് ചെയ്യാത്ത വേണ്ടിയില്ല. നമ്മളിങ്ങനെയൊക്കെ സമയം കളയുന്ന ആളുകളാണ്. പെട്ടെന്ന് അർജന്റ് കോള്, അതെ 9 മണി കഴിഞ്ഞ് വിളിക്കുക, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരാം, ഇപ്പം ഞാൻ വളരെ അർജന്റായിട്ട് ക്ലാസ്സിൽ പോകും, വ്യക്തമായിട്ട് ഞാൻ കോൾ എടുക്കുന്നത്. അല്ല മരിക്കുമല്ലോ ആണോ? ICU അല്ലോ? അല്ല, അങ്ങനെയൊന്നും അല്ല. അസ്വസ്ഥമായി അങ്ങനെ പറയാനുള്ളത് എൻ്റെ ഇടം വേണം നോക്കും. അപ്പൊ നമ്മോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഇനി കുടുംബത്തോടുള്ള എന്താ ഉത്തരവാദിത്വം? നമുക്ക് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം 1, കുടുംബത്തെ സ്നേഹിക്കുക, 2, കുടുംബത്തിന് വേണ്ടി കരുതുക, 3, കുടുംബത്തെ ശുദ്ധീകരിക്കുക. വചനത്തോടുകൂടി ജലസ്നാനത്താൽ അവൻ അവളെ ശുദ്ധീകരിച്ചു എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന പോലെ ഏത് ഭർത്താവും തന്റെ ഭാര്യയെ ശുദ്ധീകരിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും ഒക്കെ ഒരു നല്ല ഡോസ് സോപ്പ്, ദൈവവചനമാകുന്ന ഈ സോപ്പ് അതുകൊണ്ട് ഭാര്യയെ കഴുകണം, ശുദ്ധീകരിക്കണം. കുടുംബത്തെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പിതാക്കന്മാരും? നിങ്ങൾ കുടുംബത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നുണ്ട്, ചെലവ് നടത്തുന്നുണ്ട്, പിള്ളേർക്ക് ഫീസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സ്നേഹമാണെന്ന് പറയാൻ ഒക്കുമോ? ആകാതിരിക്കുക. അവരുടെ ഏറ്റവും വലിയ നന്മ, ഈ മോമെന്റിലെ ഏറ്റവും വലിയ നന്മ അതാണെങ്കിൽ സ്നേഹമാണ്. അത് രണ്ടാമത്തെ നന്മയാണ് സ്നേഹമല്ല. ഏറ്റവും വലിയ നന്മ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്, സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഏറ്റവും ഉന്നതമായ നന്മ. അപ്പൊ ഏത് സമയത്തും ഞാൻ എന്ത് ചിന്തിക്കണം? എൻ്റെ ഭാര്യയുടെ ഏറ്റവും ഉന്നതമായ നന്മ എന്താണ്? അതിനുവേണ്ടി വേണം ഞാൻ പ്രവർത്തിക്കും. അല്ല, നല്ലതാണ് എൻ്റെ ഭാര്യയ്ക്ക് നല്ലതാണെന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്താൽ അത് സ്നേഹമാവില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ചിലപ്പോൾ വഴക്ക് പറയണം, ചിലപ്പോൾ 2 കൊടുക്കണം, ചിലപ്പോൾ അവരുടെ അടുത്ത് പോരുന്ന് അവരെ എൻകറേജ് ചെയ്യണം, ചിലപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. കട്ടൻ കാപ്പി അവർ പഠിക്കുമ്പോഴും അവർക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് നടക്കാൻ പോകണം, രാത്രി തണുത്തുകാരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരോട് ഇത് പഠിക്കും, ഉറക്കും. എന്താ അവരുടെ ഏറ്റവും വലിയ നന്മ? പേരൻസ് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് അരി ഇട്ട് വെക്കും, ചോറും വെക്കും, കറിയും വെക്കും, കഴിക്കും, ഇത് പുസ്തകം കൊടുക്കും, ഫീസ് കൊടുക്കും, പഠിയിടാ വഴി. അതാണ് അവരുടെ ഏറ്റവും വലിയ നന്മയെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നാട്ടുകാരെ മനസ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, ഇത്രേ ഉള്ളൂ. അതുപോലെ അവരെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആപത്തുകളിലും അപകടങ്ങളിലും ഒന്നും വരാതെ. ഇതിപ്പോ ഞങ്ങൾ ഇങ്ങനെ വണ്ടി അരിഞ്ഞിട്ട് വന്നപ്പോൾ പറയായിരുന്നു, ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്താ ഏറ്റവും നല്ലത്, അതൊക്കെ നമ്മൾ അറിയണം. ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ പോലും എത്ര കെയർഫുള്ളായിട്ട് തിരഞ്ഞെടുക്കണം. ഈ സ്കൂൾ ഡ്രഗ്സ് അടിക്കുന്നതിന് ഫേമസ് ആണോ? ചില സ്കൂളുകൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള കടകളിലെല്ലാം ഡ്രഗ്സ് വിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ടാക്സി സ്റ്റാൻഡിൽ ഡ്രഗ്സ് കിട്ടുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകും. എവിടെയാണ് പോകുന്നത്? ആ സ്കൂളിൽ എന്ത്
തെറ്റായിരിക്കുന്ന ഹാബിറ്റ്സ് ഉണ്ട്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നിരീശ്വരന്മാരാണോ? ആ നിരീശ്വരത്വം എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് അവർ കുത്തിവെക്കുമോ? നല്ല സ്കൂളാണ്, നല്ല സ്കൂളാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. ഇത് തന്നെ സ്റ്റാൻഡേർഡ്. ധാർമ്മികതയിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്, നിരീശ്വരവാദം അങ്ങേയറ്റമാണ്, ഇങ്ങനെ പല കാര്യങ്ങളും. ഇതൊരു നല്ലതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ A+ എല്ലാം വാങ്ങുന്നത് മാത്രമാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു വേണം. അതൊന്നും ചിന്തിക്കുന്നില്ല. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരുപാട് പേരൻസ്. അവർക്ക് പിള്ളേരെ രാവിലെ എവിടെയെങ്കിലും കയറൂരി വിടണമെന്നേ ഉള്ളൂ. വീട്ടിൽ ഇരുന്ന ശല്യമായി, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു നമുക്ക് സ്വസ്ഥത കിട്ടും. അതിൽ കൂടുതലൊന്നും. അതുപോലെ സാങ്ക്ടിഫൈ ദ ഫാമിലി. കറയും ചുളുക്കവും ഒന്നുമില്ലാതെ തനിക്ക് തന്നെ ശുദ്ധിയും തേജസ്സുള്ളവരുടെ നിഷ്കളങ്കയുമായി നിർത്തുകയാണ് കർത്താവ് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി ചെയ്യണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ദൈവവചനം വായിച്ച് വചനത്തിൽ നിന്ന് നല്ല ആലോചനകൾ, ആവശ്യമായ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച്, വൈകിട്ടും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവരുടെ തെറ്റുകളൊക്കെ അവർക്ക് ബോധ്യം വരുത്തി അതേക്കുറിച്ച് എന്താ സംഭവിച്ചത് എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി, തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ മേല ചെയ്യില്ല, അത് ഞാൻ കേൾക്കില്ല, വൃത്തികെട്ട തമാശകൾ ഞാൻ ശ്രദ്ധിക്കുകയില്ല ഒക്കെ പറഞ്ഞ് അവരെ പ്രാർത്ഥിപ്പിച്ച് ശുദ്ധീകരിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഒരു പ്ലേറ്റ് ചോറങ്ങോട്ട് വെച്ചിട്ട് അത് മുഴുവൻ കൊച്ച് തിന്നു കഴിഞ്ഞാൽ കൊച്ച് ആത്മീയമാകും, എല്ലാ ഗുണങ്ങളും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. സഭയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്. സഭയിലെ എല്ലാ യോഗങ്ങളും, സഭായോഗവും നല്ല സഭായോഗങ്ങളെ എന്നാണ്. സഭയുടെ എല്ലാ യോഗങ്ങളും കൃത്യമായി പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുന്നു എല്ലാ വിശ്വാസത്തിലും. ഇത് ഞായറാഴ്ച മാത്രം തല കാണിച്ചു അതും പലരും അതിനും വരുന്നില്ല. അതുപോലെ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള സ്ഥലമാണ് സഭ. സഭയുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് എനിക്ക് കൃപാവരങ്ങൾ തന്നിട്ടുള്ളത്. പ്രബോധനമാകാം, അത് ഉപദേശമാകാം, അത് ദാനം ചെയ്യുന്നതാകാം, അത് ഭരിക്കുന്നതാകാം, ശുശ്രൂഷിക്കുന്നതാകാം, പ്രബോധിപ്പിക്കുന്നതാകാം. ഏത് കൃപാവരമായാലും അത് സഭയുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നെ നടത്തുന്ന ആളുകൾ ആരാണോ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവർ പറയുന്നതിനെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുക. ഇതൊക്കെ ഞാൻ വചനം ഒരുപാടുണ്ട്. വചനം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എബ്രായലേഖനം 10ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 14ാം അധ്യായത്തിലും എബ്രായലേഖനം 13ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ സഭയോടുള്ള എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ബോധപൂർവം ചിന്തിക്കണം. ഇന്ന് ബൈബിൾ ക്ലാസ് ഉള്ള ദിവസമാണ്. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? 7 മണിയാകുമ്പോൾ 7:30 മണിക്ക് മുമ്പ് ബൈബിൾ ക്ലാസ്സിന് എത്തിയിരിക്കുക. ഇന്ന് പ്രാർത്ഥനയുള്ള ദിവസമാണ്, പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുക. ശനിയാഴ്ച സുവിശേഷ വരെയുള്ള ദിവസമാണ്, സുവിശേഷ വരയ്ക്ക് ഞാൻ പോവുക. എൻ്റെ ഉത്തരവാദിത്വമാണ്. എല്ലാ ആഴ്ചയൊന്നും പോകാനൊന്നും വരികയില്ല, അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ ആവോളം കാര്യങ്ങൾ ക്രമീകരിച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ ദശാംശം മുഴുവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. ഒന്നാമത്തെ ദശാംശം മുഴുവനും ദൈവാലയത്തിലേക്ക് കൊണ്ടുവരണം. രണ്ടാമതെടുക്കുന്ന ദശാംശം നിങ്ങൾക്ക് ദൈവാലയത്തിൽ പോകുമ്പോൾ വല്ലതും ചെലവാകാനും വണ്ടിക്കൂലിക്കും അവിടത്തെ ചെലവിനും ഒക്കെയാണ്. മൂന്നാമത്തെ ദശാംശം പാവപ്പെട്ടവർക്കുള്ളതാണ്. അനാഥർക്കും, വിധവാർക്കും, വിദേശികൾക്കും, വിധവാർക്കും, അന്യർക്കും, അവർക്കെല്ലാമാണ്. നിങ്ങളുടെ നിലത്തിന്റെ അതിന് കൊയ്യാൻ പാടില്ല, നിങ്ങളുടെ കറ്റകൾ മറന്നെടുക്കാൻ പാടില്ല, നിങ്ങളുടെ മുന്തിരിയുടെ പന്തലിന് മുകളിലുള്ളതും പറിക്കാൻ പാടില്ല, നിങ്ങളുടെ ഒലിവരത്തിന്റെ ചില്ലയിലുള്ളത് പഴങ്ങളൊന്നും പറിക്കരുത്, അതൊക്കെ പാവങ്ങൾക്ക് വിട്ടേക്കണം. അത് ദശാംശത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ 3 ദശാംശങ്ങളാണ് ഉള്ളത്. അതൊക്കെ വിശ്വസ്തമായിട്ട് തന്നെ കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവത്തെ കബളിപ്പിച്ചിട്ട്, ദൈവത്തെ കളിപ്പിച്ചിട്ട്, ദൈവത്തെ മോഷ്ടിച്ചിട്ട് ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സഭയോടുള്ള എൻ്റെ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വമാണ്. സഹവിശ്വാസികളെ ഉത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുമായി കൂട്ടായ്മ അനുഭവിക്കുക, ഇതെല്ലാം ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എനിക്ക് ലോകത്തോട് ഉത്തരവാദിത്വമുണ്ട്. 2 കൊരിന്ത്യർ 5ാം അധ്യായത്തിൽ എന്താ? നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, ആകയാൽ ദൈവത്തോട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ലോകത്തോടുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. ലോകത്തിന്റെ ഉപ്പാണ്. ആ നിലയിൽ ലോകം ജീർണിച്ചു പോകാതിരിക്കത്തക്കവണ്ണം നമ്മൾ ഉപ്പിന്റെ ഫംഗ്ഷൻ ചെയ്യണം. നമ്മൾ ലോകത്തിന്റെ ലൈറ്റാണ്, പ്രകാശവന്തരാണ്. അപകടങ്ങളെയും തെറ്റുകളെയും വഴിയിലെ ആപത്തുകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാനാണ്, എക്സ്പോസ് ചെയ്യാനാണ് ലൈറ്റ്. നമ്മളും അങ്ങനെയാണ്. നമ്മൾ നിൽക്കുന്ന സൊസൈറ്റിയിൽ സമൂഹത്തിന്റെ തിന്മകളെ നമ്മൾ തുറന്നു കാണിക്കും. കാരണം നമ്മളെ ലൈറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഏരിയാസിൽ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം നമ്മൾ പുലർത്തണം. അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവും. സക്സസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ താലന്തുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്രോതസ്സുകൾ, ഇതെല്ലാം ഉപയോഗിക്കണം. മ്യൂസിക്കിന് താലന്തുള്ളവരുണ്ട്, പെയിന്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഫിസിക്കൽ എബിലിറ്റി ഉള്ള ആളുകളുണ്ട്, സ്പോർട്സ് ഗെയിംസ് മുതലായവരൊക്കെ ചാടാനും ഓടാനും ഒക്കെ കഴിവ് കൊടുത്തിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഫസ്റ്റായിരിക്കണം. ഒരു ഒളിമ്പിക്സിന് വരെ പോകണം. എന്തിനു പോകാതിരിക്കണം? അവർ പോകണം, ഫസ്റ്റ് വാങ്ങണം. പക്ഷേ അവിടെയൊക്കെ കറപ്ഷൻ ഉണ്ട്, അതിലൊക്കെ പെടാതെ നാം സൂക്ഷിക്കണം. അത് അവരെ സൂക്ഷിക്കേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. പാടാൻ കഴിവുള്ളവരെ പാട്ട് പഠിപ്പിക്കണം, ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കണം,
പെയിന്റ് ചെയ്യാൻ കഴിവുള്ളവരെ പെയിന്റിങ് പഠിപ്പിക്കണം. കർത്താവിന് വേണ്ടി പെയിന്റ് ചെയ്തിട്ട് ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ, ശാസ്ത്രീയ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ. എന്തോ ഒരു കഴിവുകളാണ് ദൈവം ഓരോരുത്തർക്ക് തന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇച്ചിരി കാശ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇന്നത്തെ അതാണ്. എൻ്റെ കഴിവുകൾ മുഴുവനും ഞാൻ എന്തിനു വേണ്ടിയാ? കുറെ കാശ് കിട്ടണം, ആ കാശ് വേണ്ടി എനിക്ക് വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, എനിക്ക് നല്ല ശാപ്പാട് 5 സ്റ്റാർ കയറി കഴിക്കണം. ഇതേ ഉള്ളൂ. ഇതാണോ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന കഴിവിന്റെ ഉദ്ദേശം? ഇതാണോ? അതിനുവേണ്ടിയാണോ കഴിവ് തന്നത്? നിങ്ങൾ 5 സ്റ്റാർ കയറി കഴിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുമോ? നിങ്ങൾ മെഴ്സിഡീസ് കാറിൽ യാത്ര ചെയ്യുന്ന വേണ്ടി ദൈവനാമം മഹത്വപ്പെടുമോ? നിങ്ങൾ വലിയ വീട് പണിത് താമസിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുമോ? അതിനുവേണ്ടിയല്ല ഈ ടാലൻസ് തന്നിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. അങ്ങനെ ചില ആവശ്യങ്ങളോട് നിർവഹിക്കണം, അത് തെറ്റൊന്നുമില്ല. എന്നെന്താ തെറ്റ്? പക്ഷെ താലന്തുകളും കഴിവുകളും അവസരങ്ങളും ഒക്കെ തരുന്ന അതിനു വേണ്ടിയാണ്. അതൊക്കെ വളരെ ബുദ്ധിയോടെ നാം ഉപയോഗിച്ചെങ്കിലേ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് സ്പിരിച്വൽ, ആത്മീയ ലോകത്ത് എന്തോരം താലന്തുകളുണ്ട്, ആത്മീയ വരങ്ങളുണ്ട്. എത്ര വരങ്ങളുണ്ട്! ദൈവവചനം പ്രസംഗിക്കാനും, സുവിശേഷം പറയാനും, പ്രബോധിപ്പിക്കാനും, ദാനം ചെയ്യാനും, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും എന്തെല്ലാം താലന്തുകളാണ് ദൈവം തന്നിട്ടുള്ളത്. ഈ താലന്ത് വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? ഞായറാഴ്ച ബൈബിൾ എടുത്തുകൊണ്ട് പോരുകയല്ലേ. പിന്നെ ഈ ഞായറാഴ്ച സങ്കീർത്തനം വായിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ശനിയാഴ്ച പോയിട്ട് സങ്കീർത്തനം ഇരുന്ന് വായിച്ച് നോക്കും, എന്തെങ്കിലും ഒന്ന് പറയാൻ. ഇതിനാണോ ആ താലന്ത് തന്നിരിക്കുന്നത്? നമ്മളൊക്കെ ദൈവത്തെ കളിയാക്കുന്ന ആളുകളാണ്. ദൈവം തന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാത്തവരൊക്കെ തന്ന ദൈവത്തെ കളിയാക്കുന്നത്. ദൈവമേ, നീ ഭോഷനാണ്, നീ ആയിട്ടായിരിക്കും തന്നത്, നീ മിടുക്കനായിരുന്നെ നിനക്കറിയാം ഞാനിതൊന്നും ഉപയോഗിക്കുന്ന ആള്, പിന്നെ നീ എന്തിനാ എന്നെ എഴുതി പിടിച്ചേൽപ്പിച്ചത്? കർത്താവ് നമുക്കറിയില്ലേ, താലന്ത് കുഴിച്ചിട്ടവനെ പറ്റി കർത്താവ് നല്ല വാക്ക് പറഞ്ഞോ? മിടുക്കൻ, ഏതായാലും എന്റെ പണം നീ കളഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലല്ലോ അവനെ കുറിച്ച്. നമ്മളെ പറ്റിയും അതുപോലെ കർത്താവ് പറയുന്നത്. മടിയനും ദുഷ്ടനുമായ ദാസൻ. ദൈവം തരുന്ന കഴിവുകളും അവസരങ്ങളും ഉപയോഗിക്കാത്തവർക്ക് മടിയന്മാരും ദുഷ്ടന്മാരും. നമുക്ക് എന്തോ ഒരു സാധ്യതയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ള ത്രിയേക ദൈവത്തിലെ മൂന്നാമൻ, സാക്ഷാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടാനും. അതുപോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിത്യമായ വചനം നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്നു. വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അനുസരിക്കാനും. അതിനേക്കാൾ വലിയ അനുഗ്രഹം നമുക്ക് വേണം. എത്ര അധ്യായം വായിക്കും രാവിലെ എഴുന്നേറ്റ്? നിങ്ങൾ എത്ര വായിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് എത്ര വായിച്ചാലും കൊതിയില്ല. ഇന്ന് രാവിലെ 10 അധ്യായം വായിച്ചു, ചില ദിവസം 15 അധ്യായം വായിക്കും. അല്ല 4-5 ഒരു പാരഗ്രാഫ് വായിച്ച് എൻ്റെ കോയറ്റം കഴിഞ്ഞു. ഓ പ്രൈസ് ദി ലോർഡ്, 3 വാക്യം ഞാൻ പറയും. അങ്ങനെ ആരാണ്ടെ കളിപ്പിക്കാൻ വേണ്ടി, ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടി കോയറ്റം എന്ന് പറഞ്ഞൊരു കാര്യം എടുത്തിട്ടുണ്ട്. അത് കോയറ്റൈമാണ്. അതുപോലെ പ്രാർത്ഥന, ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണെന്ന് അവർ തന്നെ പറഞ്ഞാൽ മതി. കാരണം നമ്മൾ സാധാരണ ശബ്ദമൊന്നും ഉയർത്തിയല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് ഉറങ്ങുക എന്നൊന്നും അവർക്ക് അറിയില്ല. 2 ശുശ്രൂഷ ഏതാണ്ട് മിക്കവാറും പ്രാർത്ഥനയായിട്ട് തുടങ്ങി ഉറക്കമായിട്ട് അവസാനിപ്പിക്കും. അങ്ങനെയാണ് മിക്കവാറും ചെയ്യുന്നത്. ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കുന്നതല്ലേ. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിന്നോട് പ്രാർത്ഥിക്കുമെന്നാണ്. അതുപോലെ വിശുദ്ധന്മാരുടെ സംസർഗം, ഇബ്രായലേഖനം 3-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറയുന്നത് എന്താ? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളെല്ലാവർക്കും ഉണ്ടായി ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കാനാണ്. ഒരു ദിവസം പോലും ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയുടെ പ്രബോധനം കിട്ടാതെ പോകും. ഒരാടെയെങ്കിലും സഭയിൽ ഒരു വിശ്വാസിയെങ്കിലും വിളിച്ച് എങ്ങനെയുണ്ട് സഹോദര, ഇന്നേത് വേദഭാഗം വായിച്ചത്, ദൈവം എന്തെന്ന് അനുഗ്രഹങ്ങൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുമോ, ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, സൗദിനോട് രാവിലെ പ്രാർത്ഥിച്ചായിരുന്നു. അത് അന്യോന്യം ഒന്ന് ഉത്സാഹിപ്പിക്കാൻ. നമ്മൾ വിശ്വാസം പറയുന്നത് കേട്ടോടി, നീ കേട്ടോ, സമയത്ത് അങ്ങ് എത്തിച്ചു കൊടുക്കണം. കാരണം ചൂടാറുന്നതിന് മുമ്പ് നുണയുടെ അപ്പം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് യാതൊരു സമാധാനവും ഇല്ലല്ലേ. അങ്ങനെയൊക്കെയുണ്ട് നമുക്ക്. അപ്പൊ ദൈവം നമുക്ക് വളരാൻ തന്നിട്ടുള്ള സാധ്യതകളാണ് പരിശുദ്ധാത്മാവും വചനവും പ്രാർത്ഥനയും ദൈവമക്കളുടെ കൂട്ടായ്മയും. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകലഭാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഓരോ ദിവസവും കഴുകി ശുദ്ധീകരിച്ച് കിടന്നുറങ്ങാനുള്ളതായിരിക്കും സാധ്യത തന്നിരിക്കുന്നത്. അന്ന് പകൽ വല്ല അഴുക്കോ പൊടിയോ പിടിച്ചെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് കരഞ്ഞ കർത്താവ്, നിന്റെ ആ രക്തത്താൽ എന്നെ തളിക്കണമേ, എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ കർത്താവ്, ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ. നമ്മളങ്ങനെയല്ല, കിടന്നുറങ്ങാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സ് കയറിയ എന്താ? അസൂയയും നുണയും ലൈംഗികതയും സാമ്പത്തികവും, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സ് കയറിയ. പിന്നെ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു, ഒരു സമയത്ത് എപ്പോഴും ഉറങ്ങി. അങ്ങനെയൊക്കെ എല്ലാവരുടെയും എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ ആകരുത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ആപൽകരമാണ്. നമ്മുടെ സാക്ഷ്യമാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഡിഫൻസ്, നമ്മുടെ പ്രതിരോധം എന്ന് പറയും നമ്മുടെ സാക്ഷ്യം. നീതിയായും ന്യായമായും സത്യമായും ജീവിക്കുന്ന ഒരു മനുഷ്യനെതിരെ അപവാദം പറയാൻ ആളുകൾ ശ്രമിച്ചാലും അത് വിജയിക്കുക പറയാം. പക്ഷെ ദൈവം മുൻപാകെ നീതിയോടും ന്യായത്തോടും സത്യത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് അതിനെതിരെ അവൻ ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റത്തെക്കുറിച്ച് പറഞ്ഞു പരത്താനായിട്ട് ശ്രമിച്ചാൽ അധികം കഴിയാതെ ഇത് ബാക്ക് ഫയർ ചെയ്യും.
യാതൊരു സംശയവുമില്ല. കാരണം ദൈവം അനുവദിക്കുകയില്ല അത്. തൻ്റെ മക്കളെ പറ്റി അങ്ങനെ അപവാദം പറയാൻ ദൈവം അനുവദിക്കും. എന്നാൽ ഇച്ചിരിയേലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒത്തിരിയാക്കാൻ സാധാരണ വിളിക്കാം. ഇല്ലെങ്കിൽ തന്നെ അറിയാം ഇയ്യോബിനെ പറ്റി എന്ന അപവാദമല്ലേ ദൈവസന്നിധി പറഞ്ഞത്. ദൈവം പറഞ്ഞു ഇയ്യോന്റെ ദാസന ഇയ്യോബിന്റെ പറഞ്ഞ് ദൃഷ്ടി വെച്ചു, അവനെ പോലെ നിഷ്കളങ്കര നേരുള്ളവന് ദോഷം വിട്ടത് ഇങ്ങനെ ഒത്തിരി കാര്യം പറഞ്ഞു. അതാൻ ചിരിച്ചോ, കൊള്ളാം കൊള്ളാം കൊള്ളാം, നിനക്ക് വല്ലതുണ്ട്, നിനക്ക് ഇയ്യോബിനെ അറിയാം. ഞാൻ പറഞ്ഞു നീ വല്ല നക്കാപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നിന്നെ അവൻ സേവിക്കുന്നത്. നിന്റെ കൈ നീട്ടി അവനെ തൊട്ടേ, ഇല്ല അവനുള്ളതും തൊട്ടേ, നിന്റെ മുഖത്ത് നോക്കി നിന്നെ തേച്ച് ശരി നീ എന്നിട്ട് തൊട്ടുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാമത് വന്നപ്പോ ചോദിച്ചു, അല്ല മനുഷ്യന്റെ ത്വക്കിനോളം ജീവനോളം വിലയുള്ളത് വല്ലതും ഉണ്ടോ, നീ അവന്റെ ശരീരത്തെ ഒന്ന് തൊട്ട് നോക്കുക, അപ്പൊ അറിയാം. തൊട്ടോളം പറഞ്ഞു, ജീവനെ മാത്രം തുടരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചു. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇയ്യോബിനെ കുറിച്ച് സ്നേഹിതന്മാരൊക്കെ പറയിപ്പിച്ചു. നുള്ളി നോവിച്ചാൽ അറിയാത്ത കുട്ടികളുണ്ട്. അതൊക്കെയാ അവർ ചെയ്തത്. എങ്കിലും ദൈവം പറഞ്ഞു ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ, നിങ്ങള് ഇയ്യോബ് എന്നെ കുറിച്ച് പറഞ്ഞതുപോലെ വിഹിതമായത് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞില്ല. ഇയ്യോബ് എന്നെ കുറിച്ച് വിഹിതമായതേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമല്ലാത്തത്. അതുകൊണ്ട് ഇയ്യോബിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു, ആടിനെയും കാളയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, യാഗം കഴിയും. നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തം എന്തൊരു ശക്തമായ ഒന്നാണ്. അതുപോലെ നമ്മുടെ സാക്ഷ്യം, നിഷ്കളങ്കമായ നമ്മുടെ സാക്ഷ്യം, അതിനെതിരെ ആളുകൾക്ക് പ്രതികരിക്കാൻ വലിയ പ്രയാസം. കാരണം അവരുടെ മനസാക്ഷി അവരെ കുത്തിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞ് തെറ്റായിപ്പോയി, ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അത് പറയും. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം നാം പുലർത്തണം. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ജീവിതത്തിൽ വിജയം തരുവാനായിട്ട് നമ്മെ ഏറ്റവും സഹായിക്കുന്നത് നമ്മുടെ സാക്ഷ്യം തന്നെ. ശുദ്ധ മനസാക്ഷിയുള്ള ഒരു ജീവിതവും മനുഷ്യർക്ക് നോക്കിയാൽ കണ്ടെത്താൻ കഴിയാത്തതായിരിക്കുന്ന വിധത്തിൽ വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും. പക്ഷെ പലപ്പോഴും നമുക്കതില്ലെന്നുള്ളതാണ് നമ്മൾ വലിയ സങ്കടകരമായിരിക്കുന്ന കാര്യം. ദൈവം പിന്നെ നമ്മെ വളർത്താനായിട്ട് വെച്ചിരിക്കുന്ന വേറെ ഒരു വലിയ ഉപകരണമുണ്ട്. എന്തെന്നറിയാമോ? അച്ചടക്കം എന്ന് പറയും, ഡിസിപ്ലിൻ. മനുഷ്യരുടെ ഭാഷയെ, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ നല്ല ചുട്ടടി എന്ന് പറയും. എൻ്റെ അപ്പച്ചൻ്റെ ചുട്ടടികൾ എനിക്ക് എന്തോ ഒരു പ്രയോജനം ചെയ്തെന്നറിയാം. ഞാൻ ചെയ്ത കുറ്റത്തിനും ചെയ്യാത്ത കുറ്റത്തിനും അപ്പച്ചൻ എന്നെ ചുട്ടടി തന്നു, അതും എനിക്ക് പ്രയോജനമാണ്. ഒരു പരാതിയും. മഹത്വം ദൈവത്തിന്. കാരണം എന്താണ്? സ്നേഹിക്കുന്ന അപ്പനടിക്കാത്ത മക്കൾ ഇവിടെയുള്ളൂ. അങ്ങനെയല്ലേ എബ്രാഹിം എഴുതുന്നത്. പിന്നെ ബാലശിക്ഷയും ഇതും പഠിച്ച് തഴക്കം പ്രാപിച്ചവർ, തഴക്കം പ്രാപിക്കണമെങ്കിൽ 1-2 അടി കിട്ടിയാൽ തഴക്കം വരുമോ? 2 അടി കിട്ടിയ എനിക്ക് അടിയുടെ തഴക്കം ഏതാ? തഴക്കം വരണമെങ്കിൽ കുറേ അടി കിട്ടണം. ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ കീഴിൽ കൂടെ കടന്നു പോകണം, നിരന്തരം കടന്നു പോകണം. ഇപ്പോഴാണ് അതുകൊണ്ട് തഴക്കം വരുന്നത്. അപ്പൊ പിന്നെ നമുക്കറിയാം. അപ്പോ എൻ്റെ സഹോദരി സഹോദരന്മാരെ, വിജയം എന്ന് പറയുന്ന ഒരു മാന്ത്രികമൊന്നും അല്ല. അപ്പൊ ചില ആളുകൾ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചു പോകുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് അസൂയപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. അതിന് പിന്നിൽ വലിയ അധ്വാനങ്ങളുണ്ട്, അതിന് പിന്നിൽ വലിയ വില കൊടുത്തിട്ടുണ്ട്, അതിന് പിന്നിൽ ഒരുപാട് വേർപ്പൊഴുക്കിയിട്ടുണ്ട്, അതിന് പിന്നിൽ ദൈവത്തിന്റെ തല്ല് ധാരാളം പ്രാപിച്ചു. അല്ലാതെയൊന്നും ആരും വിജയിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണം. സക്സസ് ഈസ് എ മാറ്റർ ഓഫ് കമ്മിറ്റ്മെന്റ്. വിജയം എന്ന് പറയുന്നത് സമർപ്പണവുമായി ബന്ധപ്പെട്ട. എന്തിനാ കമ്മിറ്റ്മെന്റ്, സമർപ്പണം? ഞാൻ ചെയ്യുവാൻ കടപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഞാൻ കടപ്പെട്ടു. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവനാണോ എങ്കിൽ പ്രാർത്ഥനയോട് ഞാൻ കടപ്പെട്ടിരിക്കും. വചനം വായിക്കാൻ കടപ്പെട്ടവനാണോ എങ്കിൽ ഞാൻ വചന വായനയോട് കടപ്പെട്ടിരിക്കും. വചനം പഠിക്കാൻ കടപ്പെട്ടവനാണോ എങ്കിൽ അങ്ങനെ. എൻ്റെ ഭാര്യ സ്നേഹിക്കാൻ കടപ്പെട്ടാണ്, അതിനോട് ഞാൻ കടപ്പെട്ടു. എൻ്റെ മക്കളെ സ്നേഹിക്കാനും തെറ്റിതിരുത്താനും കടപ്പെട്ടവനാണോ, അതിനോട് കടപ്പെട്ടു. അങ്ങനെ ഞാൻ ചെയ്യാൻ കടപ്പെട്ട എല്ലാ കാര്യങ്ങളോടും എനിക്ക് കടപ്പാടാണ്. ആ കടപ്പാടാണ് എന്നെ വിജയിപ്പിക്കുന്ന ക്രിസ്ത്യ ജീവിതം. സക്സസ് ഈസ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റി. വിജയം എന്ന് പറയുന്നത് മുൻഗണനയുമായി ബന്ധപ്പെട്ടതാണ്. മുൻഗണന എന്ന് പറയാൻ അറിയില്ലേ? ഒരാൾക്ക് ഒരു ദിവസം 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ 10 കാര്യം ഒരുമിച്ച് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ നമ്പറിടും. ഏറ്റവും പ്രധാനപ്പെട്ട 1, രണ്ടാമത് 2, 3, അങ്ങനെ 10 പ്രയോറിറ്റി ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഈ 10 പ്രയോറിറ്റി ഐറ്റംസിൽ ആദ്യം ഏതായിരിക്കും ചെയ്യേണ്ടത്? നമ്പർ 1 പ്രയോറിറ്റി ആയി. അങ്ങനെ ഒരു ലിസ്റ്റ് മാത്രമല്ല, നമുക്ക് വേറെ ഒരു ലിസ്റ്റ് ഉണ്ട് പ്രയോറിറ്റിയുടെ. എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്, എൻ്റെ സഭയുള്ള ബന്ധത്തിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്, എൻ്റെ വ്യക്തിപരമായ ക്രിസ്ത്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്. എല്ലായിടത്തും എനിക്ക് 10 ഐറ്റംസ് ഉണ്ട്. അപ്പോ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലെ പ്രയോറിറ്റി ഞാൻ ആദ്യം എടുക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലെ 1ാം പ്രയോറിറ്റി എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്നോടുള്ള ബന്ധത്തിലെ പ്രയോറിറ്റി എടുക്കും. ആ 1ാം പ്രയോറിറ്റികൾ 3 കഴിഞ്ഞിട്ട് അവർ 2ാമത്തെ ലിസ്റ്റിലെ 2nd പ്രയോറിറ്റി എടുക്കും. അങ്ങനെ പ്രയോറിറ്റൈസിങ് എന്ന് പറയും. പ്രയോറിറ്റൈസിങ് യുവർ ലൈഫ്. അതിന് സമയം കണ്ടെത്തും. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂറോട് ഇതൊക്കെ ചെയ്യണം. അപ്പൊ ചിലപ്പോൾ 3 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 2 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 11 മണിക്ക് കിടക്കാമ്പോൾ, ചിലപ്പോൾ 12 മണിക്ക് കിടക്കാമ്പോൾ. എനിക്ക് എൻ്റെ ശരീരത്തോടും ഉണ്ട് ഉത്തരവാദിത്വം. ഉറങ്ങുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം. എങ്കിലും എൻ്റെ ശരീരം ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ അതിന് ഞാൻ സമയം കണ്ടെത്തണം. ചിലപ്പോൾ പകൽ സമയം കണ്ടെത്തണം, ചിലപ്പോൾ രാത്രി സമയം കണ്ടെത്തണം, ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയം കണ്ടെത്തണം.
എൻ്റെ പ്രയോറിറ്റികൾ, മുൻഗണനകൾ, പലർക്കും അങ്ങനെ മുൻഗണന ലിസ്റ്റേ ജീവിതത്തിൽ വരുന്നത് പോലെ അങ്ങോട്ട് പോകട്ടെ. യാതൊരു മുൻഗണനയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ. അവരോട് സഹോദര പ്രാർത്ഥനയോഗത്തിൽ കണ്ടിട്ടില്ല, ഓ വരാനൊത്തില്ല, എന്താ പരാജയത്? അതെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ആരുടെ ആയിരുന്നു? എൻ്റെ സ്നേഹിതൻ. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി ദൈവമാണോ സ്നേഹിതനാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണോ സ്നേഹിതനോട് സംസാരിക്കുന്നതാണോ പ്രയോറിറ്റി? അത് പ്രയോറിറ്റിയുടെ മാറ്റമാണ്. സ്നേഹിതന് പറഞ്ഞു, ഞാനേ പ്രാർത്ഥനയോഗത്തിൽ പോകും, എനിക്കത് മാറ്റി വെക്കാനൊക്കെ ഇല്ല, ഞാൻ വന്നിട്ട് വിളിക്കാമേ. നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അങ്ങോട്ട് വിളിക്കണം. വചനം വായിക്കാൻ അരമണിക്കൂറുണ്ട്, ബസ് ജോലിക്ക് പോകാൻ ബസ് വരാനും അരമണിക്കൂറുണ്ട്, ഇതിനിടെയും പ്രാതലും കഴിക്കണം, രാവിലത്തെ ആഹാരവും കഴിക്കണം. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? ഭാര്യ പറഞ്ഞ ആഹാരം കഴിയാണ് കഴിക്കുന്നത് പറഞ്ഞു, ഞാൻ വചനം വായിച്ചിട്ടില്ല, എനിക്ക് വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ അരമണിക്കൂറെങ്കിലും വേണം, ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അയ്യോ, പ്രാർത്ഥന നാളെയും കഴിക്കരുതോ, മറ്റന്നാളും കഴിക്കരുതോ, ഇതിപ്പോ ആഹാരം നാളെ കഴിക്കാനും? അപ്പൊ കാണിക്കുന്നത് എന്താ? എന്റെ പ്രയോറിറ്റിയിൽ എനിക്ക് ഏതാ? എന്റെ ഭാര്യയുടെ പ്രയോറിറ്റിയിലും എന്റെ പ്രയോറിറ്റിയിലും ഏതാ? ചാപ്പാട് കഴിക്കുന്ന ഒരു പ്രധാനം, ബൈബിൾ വായിക്കുന്നുള്ളതല്ല. കർത്താവ് ഒരു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വിധത്താലും കൂടെ ജീവിക്കണം. പ്രയോറിറ്റി അവിടെയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. സക്സസ് ഈസ് എ മാറ്റർ ഓഫ് സാക്രിഫൈസസ്. ത്യാഗങ്ങളാണ് വിജയത്തെ വരിക്കുന്നത്. നാം എന്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യും? ചിലർ മക്കൾക്ക് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യും. ഒരുപാട് ത്യാഗങ്ങൾ. അപ്പനും അമ്മയും പട്ടിണി കിടന്ന് ഒരു നേരത്തെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അവരുടെ സാക്രിഫൈസസ് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ ഒരു ക്രിസ്ത്യൻ ക്യാമ്പിന് വിടാൻ നിങ്ങൾ പോകും, മക്കളെ ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ ഉപദേശിച്ചോളാം, കാശ് ഉപദേശിച്ച ഒരു ദിവസം 10 ദിവസം ഉപദേശിച്ച് ഞങ്ങൾ 30 രൂപ പറഞ്ഞേക്കാൻ ക്യാമ്പിൽ പോയി ദൈവജനം പഠിക്കാൻ. അത് ചെയ്യുമോ? അതിന് പ്രയോറിറ്റി ഇല്ല. പിള്ളേരുടെ പഠിത്തത്തിന് പ്രയോറിറ്റി ഉണ്ട്, ആത്മഹത്യക്ക് പ്രയോറിറ്റി ഇല്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പിള്ളേരെന്തുവാ? ദൈവമില്ല. എവിടെയെങ്കിലും പോയി ഒരു മുസ്ലിം പെണ്ണിനെയോ മുസ്ലിം ചെറുക്കനെയോ അല്ലെങ്കിൽ ഹിന്ദു പെണ്ണിനെയോ ഹിന്ദു പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു നിരീശ്വരനെയോ നിരീശ്വരവാദിയോ ആരും തട്ടിക്കൊണ്ട് വരും. അയ്യോ, അതെന്താ ഞങ്ങളുടെ കൊച്ചങ്ങനെ ദൈവം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ദൈവം വിചാരിച്ചില്ല. ദൈവത്തിനെ പഠിക്കാനും ദൈവമക്കളുമായി കൂട്ടായ്മ അനുഭവിക്കാനുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തോ? കൊടുത്തില്ലല്ലോ. അപ്പൊ സക്സസ് ഈസ് എ മാറ്റർ ഓഫ് സാക്രിഫൈസ്. സക്സസ് ഈസ് എ മാറ്റർ ഓഫ് ഹാർഡ് വർക്ക്. കഠിനാധ്വാനം കൂടാതെ ആരും വിജയിക്കുന്നില്ല. പ്രാർത്ഥനയിലായാലും വചനപഠനത്തിലായാലും പ്രസംഗത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും മറ്റു കൃഷിയിലായാലും കഠിനാധ്വാനം കൂടാതെ ആരും വിജയിക്കുന്നില്ല. ഈസി ഗോ വിജയത്തിനുള്ള മാർഗമാണ്. നിങ്ങൾ എത്ര മിടുക്കനായാലും കഠിനാധ്വാനം ചെയ്യാതെ നിങ്ങൾക്ക് വിജയിക്കാനൊക്കെ. നാളത്തേക്കുള്ളത് നേടുവാനുള്ള ഏക അവസരം ഇന്നാണ് എന്ന് മനസ്സിലാക്കാത്ത ആരും വിജയിക്കുകയില്ല. നാളത്തേക്കുള്ളത് നേടാനുള്ള ഏക അവസരം ഇന്നാണ്. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ വരാനേ ഇരിക്കുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ കയ്യിലുള്ളത് എന്താണ്? ഇന്നെന്ന് പറയുന്ന സാധനം. ഈ ഇന്ന് ഉപയോഗിച്ചാൽ എനിക്ക് നാളെ സക്സസ് ആണ്. നാളെ ആകട്ടെ എന്ന് വിചാരിച്ചാൽ നാളെ വരികയില്ല. നാളെ വരുമ്പോൾ അത് ഇന്നാ. നാളെ എന്ന് പറഞ്ഞാൽ നീളെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇന്നലെ ചരിത്രമായി പോയി. നമ്മുടെ കൈവശമുള്ളതാകെ ഇന്നാണ്. അപ്പൊ ഇന്നിന്റെ സാധ്യതകളെ നാം യാഥാർത്ഥ്യവൽക്കരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട്. അതുകൊണ്ട് വളരെയേറെ പ്രാർത്ഥനയോടുകൂടെ പ്ലാൻ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് പ്രകാരം എല്ലാം പരിശോധിച്ച് നോക്കി കാര്യങ്ങൾ ക്രമീകരിച്ചാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ അവസാനമായിട്ട് പറയുന്നത്, ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സൂക്ഷ്മത വേണം, കൺസിസ്റ്റൻസി, സ്ഥിരത വേണം, ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും വിശ്വസ്തമായി ഉപയോഗിക്കണം, ദൈവത്തിൽ ധാരാളം ആശ്രയിക്കണം, സഭയോട് വിശ്വസ്ത പുലർത്തണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ വലിയ വില കൊടുത്തിട്ടാണ് അതിനുവേണ്ടി വിജയിക്കുന്നത്. വലിയ വില കൊടുത്തു. 90 വയസ്സുള്ള ഒരു വല്യപ്പച്ചൻ എബ്രായ ഭാഷ പഠിക്കുക. അപ്പൊ ഒരാൾ ഈ 90ാമത്തെ വയസ്സിൽ എബ്രായ ഭാഷ പഠിക്കുന്നു എന്ന് ചോദിച്ചു, എടാ കുഞ്ഞ, ഇപ്പോഴല്ലേ ഞാൻ ഇനി എപ്പോഴാ പഠിക്കുന്നത്? അതാണ്, ആ സ്പിരിറ്റ് ആണ് വിജയത്തിന്റെ കാര്യം. ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴ്? നിങ്ങൾക്ക് 30 ഉള്ളെങ്കിൽ ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴ്? എനിക്ക് 82 ആണെങ്കിൽ ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴ്? ഇപ്പോഴല്ലേ പിന്നെ ചെയ്യാനൊക്കെ ഇല്ല. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴങ്ങ് ചെയ്യും. നാളൊക്കെ ഇല്ല, വേണ്ട. ചെയ്യാവുന്നത് ചെയ്തിട്ടാണല്ലോ മരിക്കുന്നത്. അതൊരു സന്തോഷമല്ലേ? നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. അതിപ്പോഴല്ലേ നോക്കൂ. അതുകൊണ്ട് സഭയിലെ എല്ലാ സൗകര്യങ്ങളും ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കട്ടെ. നിങ്ങൾ വിജയിക്കണം. വിജയിക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞു. അപ്പൊ ഇപ്പൊ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ ഒരു പുസ്തകം എഴുതാമെങ്കിൽ 4 വരി എഴുതാമെങ്കിൽ 4 വരി എഴുതണം. ഇപ്പോൾ ഒരു 4 വരി കവിത എഴുതാമെങ്കിൽ കവിത എഴുതണം. ഇപ്പോഴും ട്രാക്ട് എഴുതാമെങ്കിൽ അത് എഴുതണം. ഇപ്പോഴൊരാളുടെ സുവിശേഷം പറയാൻ ഒക്കുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. നാളെ ചെയ്യാൻ ഒക്കില്ല. ഇപ്പൊ ഒരു 10 രൂപ സ്തോത്രം ഇടാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇടണം, നാളെ ഇടാൻ ഒക്കില്ല, ചിലവായി പോകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാകട്ടെ. ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സഭയാണ്.
ഏത് നിസ്സാര കാര്യം ചൊല്ലിയും സഭായം ഉപേക്ഷിക്കുകയും ബൈബിൾ ക്ലാസ് ഉപേക്ഷിക്കുകയും പ്രാർത്ഥനയെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യും. അവർ പറയുന്ന നിസ്സാര കാര്യമല്ലായിരിക്കും, തലവേദനയായിരിക്കും. തലവേദന കൊണ്ട് എന്തോരം ജോലിക്ക് പോയിട്ടുണ്ട്. തലവേദന കൊണ്ട് പോകാൻ വയ്യാത്ത പ്രാർത്ഥനയ്ക്കല്ലേ ഉള്ളൂ. കാലിന് വയ്യാതെ എന്തോരം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കർത്താവിന്റെ കാര്യം വരുമ്പോഴല്ലോ കാലിന് വേദനയും നടുവിന് വേദനയും ഈ വേദനയും ആ വേദനയും എല്ലാം ഈ ഞായറാഴ്ചയില്ലേ. തിങ്കളാഴ്ച രാവിലെ ഒരു കുഴപ്പമില്ല, ശനിയാഴ്ചയും കുഴപ്പമില്ല, ഞായറാഴ്ച ആകുമ്പോൾ ഒറ്റ പ്രയാസം. ദൈവം നിങ്ങളുമായുള്ള ബന്ധമൊന്നും ശരിയല്ല. ക്രിസ്ത്യ ജീവിതം സംബന്ധിച്ച ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.